പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് തുക്കാറാമിനെ കുറിച്ചാണ്. ശ്രീമത്ശങ്കരദേവശ്ച ബന്ധുസായണ മാധവൗ ജ്ഞാനേശ്വരസ്തുകാരാമോ രാമദാസ പുരംദരാ. ജ്ഞാനേശ്വരനെ കുറിച്ച് നാം ഇന്നലെ ചിന്തിച്ചു. ഇന്ന് തുക്കാറാം. അഭംഗുകൾ എന്ന ഭക്തി രസപ്രധാനമായ പദങ്ങൾക്ക് പ്രസിദ്ധമായ സന്ത് തുക്കാറാം മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് ദുഹുഗ്രാമിൽ ജനിച്ചു. അച്ഛൻ്റെ പേര് ബോൽഹോബ എന്നും അമ്മയുടെ പേര് കൻകായി എന്നുമായിരുന്നു. ഇടത്തരം കച്ചവടക്കാരായ കുൻബി ജാതിയായിരുന്നു അവരുടേത്. 14-ാം വയസ്സിൽ രുക്മാബായിയെ വിവാഹം ചെയ്തു. ചെറുപ്പം മുതലേ അച്ഛനെ വ്യാപാരത്തിൽ സഹായിച്ചു വന്നു. എന്നാൽ 17-ാം വയസ്സിൽ വലിയ വരൾച്ച വന്ന് വ്യാപാരം നശിച്ചു. അച്ഛനും അമ്മയും ഭാര്യയും പുത്രനും മരിച്ചു. 2ാം ഭാര്യയായ ജീജാബായി ഒരു സമ്പന്ന കുടുംബാംഗമായിരുന്നു. സംതൃപ്തമല്ലാത്ത കുടുംബജീവിതത്തിൽ വിരക്തനായ തുക്കാറാം ഭണ്ഡാരിമലയിലും ദൂഹുവിലെ ക്ഷേത്രത്തിലും ഭജനമിരുന്ന് കാലം കഴിച്ചു. പിന്നീട് ഭാര്യ കൊടുത്ത പണം കൊണ്ട് ഉപ്പ് കച്ചവടം നടത്തി തുക്കാറാം ധാരാളം പണം സമ്പാദിച്ചു. എന്നാൽ അതെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തു. ഒരു കൃഷിസ്ഥലം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പാടത്ത് വിളവ് നിന്ന പശുക്കളെ അദ്ദേഹം വിലക്കിയില്ല. കൃഷിക്കാരൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. ഭാര്യ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് അധിക്ഷേപിച്ചു കൊണ്ടിരുന്നു. പാടത്ത് ബാക്കിയുള്ള വിളവെടുത്തപ്പോൾ അനേകമിരട്ടി ധാന്യം കിട്ടി. പശ്ചാത്താപ വിഷനായ കൃഷിയുടമ ഒരു വണ്ടി ധാന്യവുമായി തുക്കാറാമിനടുത്ത് വന്നു. എന്നാൽ അതും വിഡാബോ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുകയാണ് തുക്കാറാം ചെയ്തത്. തൻ്റെ ഗ്രാമത്തിലെ അമ്പലത്തിൽ ധ്യാന നിരതനായിരിക്കെ തുക്കാറാമിന് ഭഗവത് ദർശനം ലഭിച്ചു. സദ്നാമദേവ് ദർശനം നൽകിയ അഭംഗുകൾ രചിക്കപ്പെടാൻ ആവശ്യപ്പെട്ടു. ഇന്ന് മഹാരാഷ്ട്രയിലും സമീപ പ്രദേശങ്ങളിലും സുപ്രസിദ്ധമായ 7000-ത്തിലധികം അഭംഗുകൾ തുക്കാറാമിൻ്റെതായിട്ടുണ്ട്. ഒരിക്കൽ കുറച്ച് കരിമ്പ് തുക്കാറാമിന് കിട്ടി. വഴിനീളെ കണ്ടവർക്കെല്ലാം കൊടുത്തു വീട്ടിലെത്തിയപ്പോൾ ഒന്നേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കുപിതയായ ഭാര്യ അതെടുത്ത് അദ്ദേഹത്തിൻ്റെ പുറത്തടിച്ചു. കരിമ്പ് 4ആയി മുറിഞ്ഞു വീണു. ആഹാ, 4 പേർക്ക് കൊടുക്കാൻ ഒരു കരിമ്പിനെ വിഠോബ കൃത്യം 4ആയി വീതിച്ചിരിക്കുന്നു എന്നേ തുക്കാറാം പറഞ്ഞുള്ളൂ. അദ്ദേഹം ക്രോധത്തെ പൂർണ്ണമായി ജയിച്ചിരുന്നു. ഛത്രപതി ശിവാജിയുടെ ജീവിത വീക്ഷണം കുരുപിടിപ്പിക്കുന്നതിൽ തുക്കാറാമുമായുള്ള സഹവാസം പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനസേവനത്തിലൂടെയും ധർമ്മത്തിൻ്റെ സേവകനായും ഭഗവത് പ്രീതി നേടിയാണ് തുക്കാറാം ജീവിതം മുന്നോട്ട് പോയത്. യുദ്ധസന്നാഹങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ശിവാജിക്ക് ഒരു പുതിയ വെളിച്ചമാണ് ഈ ഉപദേശങ്ങളെല്ലാം നൽകിയത്. ജ്ഞാനേശ്വരൻ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മകുടമായാണ് തുക്കാറാമിനെ കണക്കാക്കുന്നത്. 1650-ൽ ഇന്ദ്രായണി നദിയിലെ പ്രവേശിച്ച അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടുകിട്ടിയില്ല. സ്വശരീരം തുക്കാറാം വൈകുണ്ഠത്തിൽ പ്രാപിപ്പിച്ചതായി കരുതപ്പെടുന്നു. ആ തുക്കാറാമിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.